2026 ജനുവരി 8 സിറാജ് എഡിറ്റോറിയൽ. ഇരുചക്രവാഹന ഉടമകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇരുചക്രവാഹന പാർക്കിംഗ് കേന്ദ്രത്തിൽ ഞായറാഴ്ചയുണ്ടായ തീപിടുത്തത്തിന്റെ ദുരൂഹത നിലനിൽക്കുകയാണ്. തീപിടുത്തത്തിന് കാരണമെന്തെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. തെളിവിന് ആശ്രയിക്കാവുന്ന ഏക അവലംബമായ പാർക്കിംഗ് ഏരിയയിലെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന DVR കത്തിനശിച്ചതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പുകയാണ്. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിവരുന്നുണ്ട്. അതിൽ പരാജയപ്പെട്ടാൽ അന്വേഷണം അതീവ ശ്രമകരമാകും. വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീണു, ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു, പാർക്കിംഗ് ഏരിയയിലെ ചവറിന് തീപിടിച്ചു എന്നിങ്ങനെ 3 കാരണങ്ങളാണ് സംശയിക്കപ്പെടുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീണതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പാർക്കിംഗ് കേന്ദ്രത്തിലെ ജീവനക്കാരി പറയുന്നത്. ഇതു പക്ഷേ റെയിൽവേ അധികൃതർ തള്ളിക്കളയുന്നു. പാർക്കിംഗ് കേന്ദ്രത്തിലെ ഒരു വാഹനത്തിൽ നിന്നാണ് തീ ഉയർന്നത്. അത് പിന്നീട് പടർന്നു പിടിക്കുകയായിരുന്നുവെന്നാണ് റെയിൽവേയുടെ ഭാഷ്യം. ചട്ടം ലംഘിച്ചാണ് സ്റ്റേഷനിൽ പാർക്കിംഗ് കേന്ദ്രം പണിതതെന്നും ചട്ടലംഘനത്തിനെതിരെ തൃശൂർ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയതായും വാർത്തയുണ്ടായിരുന്നു. അതും സത്യവിരുദ്ധമെന്ന് റെയിൽവേ പറയുന്നു. അവർക്ക് അങ്ങനെയൊരു നോട്ടീസ് കിട്ടിയില്ലത്രേ. ഞായറാഴ്ച രാവിലെ 6:30യോടെയാണ് സ്റ്റേഷനിലെ 2ാം കവാടത്തിലെ പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തമുണ്ടായത്. ആദ്യം 2 ബൈക്കുകളിൽ ബാധിച്ച തീ നിമിഷങ്ങൾക്കകം മറ്റു ബൈക്കുകളിലേക്ക് പടരുകയായിരുന്നു. തീപിടുത്തത്തിന് കാരണമെന്തായാലും പാർക്കിംഗ് ഏരിയക്ക് സ്ഥലം നിർണയിച്ചതിൽ റെയിൽവേ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഉയർന്ന പ്രസരണശേഷിയുള്ള വൈദ്യുതി ലൈനിന്റെ തൊട്ടു സമീപത്തായാണ് സ്ഥലം നൽകിയത്. പാർക്കിംഗ് ഏരിയയുടെ മേൽക്കൂര വൈദ്യുതി കമ്പിയിൽ നിന്ന് അധികം ദൂരത്തിലുമല്ല. സാധാരണ നിലയിൽ റെയിൽവേ ട്രാക്കിനോട് ഇത്രയും ചേർന്ന് പാർക്കിംഗ് ഏരിയ അനുവദിക്കാറില്ല. തുറസായ സ്ഥലങ്ങളിലാണ് പാർക്കിംഗ് ഒരുക്കേണ്ടതെന്നാണ് നിർദ്ദേശം. തൃശൂരിലെ മാത്രം കഥയല്ല ഇത്. പാർക്കിംഗ് കരാറിന് റെയിൽവേ വകുപ്പ് മുൻവച്ച നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് മിക്ക സ്റ്റേഷനുകളിലും പാർക്കിംഗ് കരാർ നൽകുന്നത്. 3 മുതൽ 5 വർഷം വരെയായിരിക്കണം പാർക്കിങ്ങിന് കരാർ നൽകേണ്ടതെന്ന് റെയിൽവേ ബോർഡ് 2022 ജൂലൈ 17 സോൺ മാനേജർമാർക്ക് അയച്ച മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ മിക്ക സ്റ്റേഷനുകളിലും ചുരുങ്ങിയ കാലത്തേക്കാണ് കരാർ നൽകുന്നത്. ഈ കരാർ കാലാവധി അവസാനിച്ചാൽ 15, 30, 60 എന്നിങ്ങനെ ഏതാനും ദിവസത്തേക്ക് നീട്ടിക്കൊടുക്കുന്ന പതിവുമുണ്ട് പലയിടത്തും. ചുരുങ്ങിയ കാലാവധിയാകുമ്പോൾ പാർക്കിംഗ് ഏരിയയിൽ CCTV ക്യാമറകൾ, അഗ്നിശമന ഉപകരണങ്ങൾ, മേൽക്കൂര നിർമ്മാണം, വൈദ്യുതി വിളക്കുകൾ തുടങ്ങിയവ സ്ഥാപിക്കാനും ഇൻഷുറൻസ് ഏർപ്പെടുത്താനും കരാറുകാർ സന്നദ്ധമാകില്ല. റെയിൽവേ നടത്തിയ സുരക്ഷാ ഓഡിറ്റിംഗിൽ സംസ്ഥാനത്തെ റെയിൽവേ പാർക്കിംഗ് ഏരിയകളിൽ തീയണക്കാനുള്ള സംവിധാനം ഇല്ലെന്ന് കണ്ടെത്തിയ കാര്യവും ശ്രദ്ധേയമാണ്. തൃശൂർ റെയിൽവേയിൽ 250-300 വാഹനങ്ങൾ കത്തിനശിച്ചുവെന്നാണ് കണക്ക്. ലക്ഷങ്ങൾ വില വരുന്ന ബൈക്കുകൾ വരെയുണ്ട് കൂട്ടത്തിൽ. ഞായറാഴ്ച അവധിയായതിനാൽ ബൈക്ക് പാർക്കിംഗ് നടത്തിപ്പുകാരെ ഏൽപ്പിച്ച് നാട്ടിൽ പോയവരാണ് മിക്കവരും. സാധാരണക്കാരാണ് ഭൂരിഭാഗവും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടം വളരെ വലുതാണ്. ഇവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചേ തീരൂ. പാർക്കിംഗ് കേന്ദ്ര നടത്തിപ്പുകാരും റെയിൽവേയുമാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. സൗജന്യമല്ല, നിശ്ചിത ഫീസ് ഈടാക്കുന്നുണ്ട് എല്ലാ റെയിൽവേ പാർക്കിംഗ് കേന്ദ്രത്തിലും. ഫീസ് വാങ്ങുമ്പോൾ വാഹനങ്ങൾ സൂക്ഷിക്കാനും സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാനുമുള്ള ഉത്തരവാദിത്തമുണ്ട് പാർക്കിംഗ് കേന്ദ്ര നടത്തിപ്പുകാർക്ക്. ഇവർക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ വലിയൊരു ഭാഗം റെയിൽവേ ഈടാക്കുന്ന സാഹചര്യത്തിൽ റെയിൽവേക്കും ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാനാകില്ല. ഏത് സേവനത്തിലും ലാഭം കൈപ്പറ്റുന്നവർ അതിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളിലും ഭാഗഭാക്കാകേണ്ടതാണ്. വാഹനങ്ങളുടെ നഷ്ടത്തിന് ഞങ്ങൾ ഉത്തരവാദികളല്ലെന്ന് ബോർഡ് വെക്കാറുണ്ട് ചില പാർക്കിംഗ് നടത്തിപ്പുകാർ. നിയമപരമായി ഒരു പ്രസക്തിയുമില്ല ഈ അറിയിപ്പിന്. ഫീസ് വാങ്ങി പാർക്കിംഗ് അനുവദിക്കുന്നവർ വാഹനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചതാണ്. 1998 ഡൽഹി താജ് ഹോട്ടൽ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത വാഹനം മോഷണം പോയ കേസിലായിരുന്നു ഈ വിധി പ്രസ്താവം. വാഹനം കാണാതായതിനെക്കുറിച്ച് ഉടമ ഹോട്ടൽ അധികൃതരോട് അന്വേഷിച്ചപ്പോൾ പാർക്കിംഗ് രശീത്തിന്റെ പിൻവശത്ത് രേഖപ്പെടുത്തിയ അറിയിപ്പ് ചൂണ്ടിക്കാണിച്ച് അവർ ഒഴിഞ്ഞുമാറി. പാർക്ക് ചെയ്ത വാഹനത്തിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ
ഹോട്ടൽ ഉത്തരവാദിയല്ല എന്നായിരുന്നു അറിയിപ്പ്. വാഹന ഉടമ കോടതിയെ സമീപിച്ചു. 2019 നവംബറിലാണ് സുപ്രീംകോടതി കേസിൽ വിധി പ്രസ്താവിച്ചത്. പാർക്കിങ്ങിന് പ്രതിഫലം കൈപ്പറ്റുന്നവർക്ക് വാഹനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യതയുണ്ട്. രഷീത്തിനു പിറകിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നെഴുതിയതുകൊണ്ട് ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാകില്ലെന്ന് കോടതി തറപ്പിച്ചു പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിന് ഫീസ് ഈടാക്കുന്ന സാഹചര്യത്തിൽ ഈ വിധി അവിടെയും ബാധകമാണ്. പാർക്കിംഗ് നടത്തിപ്പുകാർക്കും റെയിൽവേക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. പാർക്കിംഗ് ഏരിയയിൽ കൃത്യമായി അഗ്നിശമന സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ വരുത്തിയ വീഴ്ചയ്ക്കും അവർ മറുപടി പറയേണ്ടതാണ്.